പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അടുത്ത ഞായറാഴ്ച പെന്തക്കോസ്ത് തിരുനാളാണ്. പെന്തക്കോസ്ത് തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടതെന്ന് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരാം. ഒരിക്കലൊരു വെള്ളിയാഴ്ച ഒരു 5 വയസ്സുള്ള ആൺകൊച്ചിനെയും കൊണ്ട് ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നു. അവർ പറയുന്നത് ആ കൊച്ച് ഭക്ഷണം കഴിക്കുമല്ലായിരുന്നു. അവൾ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈദികനെ കൊണ്ട് ഭക്ഷണം ആശീർവദിച്ച് കൊടുക്കാൻ തുടങ്ങി. അത് കൊടുത്തതിന് ശേഷം ഈ കൊച്ച് ആ വെഞ്ചരിച്ച് കൊടുത്ത ഭക്ഷണം, അതുപോലത്തെ ആ ചോറാണ് വെഞ്ചരിച്ചത്, പിന്നീട് ഒരിക്കലും ചോറ് കഴിക്കത്തില്ല. അതുപോലെ തന്നെ കൊച്ചിനെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരച്ഛൻ്റെ അടുത്ത് കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചു. പിറ്റേ ദിവസം മുതൽ കൊച്ചിന് സ്കൂളിൽ പോകാൻ മടിയാണ്. എന്ത് ഇതിന് കാരണം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ കൊച്ചിനെയും കൊണ്ട് ഈ മാതാപിതാക്കന്മാർ വന്നത്. എനിക്കും ഇവരിത് പറഞ്ഞപ്പോൾ ആദ്യം ഒരു ഉത്തരവും ലഭിച്ചില്ല. പിന്നെ ഞങ്ങൾ ഈ കുടുംബത്തെ കൂട്ടി ഒരുമിച്ചിരുന്ന് ഈശോയുടെ സന്നിധിയിൽ കുറേ സമയം ജപമാലയല്ലി പ്രാർത്ഥിക്കുകയും ആരാധന നടത്തുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ കുഞ്ഞിനുണ്ടാകുവാൻ എന്തെങ്കിലും അഴുക്കുകൾ അല്ലെങ്കിൽ തിന്മകൾ ഈ കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവയെല്ലാം എതിർ പ്രവർത്തനങ്ങളാണ് നടത്തുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും കുർബാനയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനും പറഞ്ഞയച്ചു. മറ്റൊരു മറുപടിയും എനിക്കതിന് പറയാനായിട്ട് ഇടയായില്ല. യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 2-4 തിരുവചനങ്ങൾ പറയുന്നു, ദൈവ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയെ എൻ്റെ വാക്ക് പ്രഖ്യാപിക്കുന്നു. എൻ്റെ അധരം സത്യസന്ധമായി സംസാരിക്കുന്നു. ഇതാ ഞാൻ വാ തുറക്കുകയും എൻ്റെ നാവ് സംസാരിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, വിരോധാഭാസങ്ങൾ അല്ലെങ്കിൽ എതിർപ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായാൽ നമുക്ക് ഹൃദയത്തിൽ സംശീകരിക്കുവാനും സ്വന്തമാക്കാനും പറ്റിയ ഒരു തിരുവചനമാണ്. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലും ദൈവത്തിൻ്റെ ഒരു സന്ദേശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു തിരുവചനം സ്വീകാര്യമായി കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ലഭിച്ച തിരുവചനമാണ് യോബിൻ്റെ പുസ്തകത്തിലെ 33-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ആ വചനം ഒന്ന് ധ്യാനിച്ചാൽ ആത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആത്മാവ് എങ്ങനെ വിധേയപ്പെടണമെന്നും ആത്മാവിൻ്റെ ശക്തി എന്തെന്നും നമുക്ക് വിവേചിച്ചറിയാൻ പറ്റും. ദൈവ ചൈതന്യമാണ് എന്നെ സൃഷ്ടിച്ചത്. ആ കുഞ്ഞിനെ മാതാപിതാക്കന്മാർ പറഞ്ഞു കൊടുക്കണം, ദൈവത്തിൻ്റെ ചൈതന്യമാണ് കുഞ്ഞ് മകനെ നിന്നിലുള്ളത്. സർവശക്തൻ്റെ ശ്വാസമാണ് നിനക്ക് ലഭിച്ചത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സർവശക്തൻ്റെ ആ ശ്വാസം ഈ കുഞ്ഞിനും എനിക്കും നമുക്കെല്ലാവർക്കുമുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയെ എൻ്റെ വാക്ക് പ്രഖ്യാപിക്കുന്നു. അതായത് ഇങ്ങനെ തടസ്സങ്ങളുള്ള വ്യക്തികൾ എളിമയോടെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം എളിമയോടെ ചോദിക്കണം. അങ്ങനെ ആകുമ്പോഴത്തേനുമാണ് ആ ഹൃദയത്തിൽ നിഷ്കളങ്കത കർത്താവ് കാണുക. ഒപ്പം നമ്മുടെ അധരം സത്യസന്ധതയിൽ വ്യാപരിക്കണം. എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് വ്യാപരിക്കാവൂ, സത്യസന്ധമായിട്ട് സംസാരിക്കാവൂ. സത്യത്തിൽ നിരക്കാത്ത ചിന്തകളോ സംസാരമോ നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. അപ്പോൾ ദൈവമായ കർത്താവ് വാ തുറക്കുകയും നമ്മുടെ നാവ് സംസാരിക്കുവാൻ പ്രാപ്തിയുള്ളതായി തീരുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതുവഴി ഉണ്ടാകും. സ്നേഹമുള്ള മക്കളെ, ഈ പെന്തക്കോസ്ത് തിരുനാളിലേക്കൊക്കെ കടക്കാൻ പോകുന്ന നമുക്ക് ഏതെങ്കിലും മേഖലകൾ കഠിനമായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കുറവുകൾ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വചനം ശക്തിപ്പെടുത്തും. കാരണം പരിശുദ്ധാത്മാവ് ജീവനാണ്, പരിശുദ്ധാത്മാവ് കൃപയാണ്, പരിശുദ്ധാത്മാവ് സ്നേഹമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകുന്നതിനായി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നതിനായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദിവ്യഗാനനാഥനായ ഈശോയെ, ഞങ്ങളുടെ സാന്നിധ്യം, ഞങ്ങളുടെ ആരാധനയുടെ ശക്തി, ഞങ്ങളുടെ ദിവ്യഗാനത്തിൻ്റെ ആശീർവാദം ഒക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശക്തരാക്കും, ഞങ്ങളെ ശക്തരാക്കും. ഞങ്ങളുടെ തടസ്സങ്ങൾ മാറ്റും, ബന്ധനങ്ങൾ അഴിയും. ഈശോയുടെ ആശീർവാദം, ദിവ്യഗാനത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,